ന്യൂസ് 16 കേരള. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രവാസ ലോകത്തും ചർച്ചയാകുന്നു. കേരളം മറ്റൊരു ഉപതെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിന്റെ അലയൊലികൾ പ്രവാസ ലോകത്തും തീർത്തുകൊണ്ടിരിക്കുകയാണ് OICC ദമാം മലപ്പുറം ജില്ലാ കമ്മിറ്റി. ദമാമിലുള്ള നിലമ്പൂർ മണ്ഡലത്തിലെ വോട്ടർമാരുടെ വീടുകൾ സന്ദർശിച്ച് നാട്ടിലേക്ക് പോകുന്നവരോട് UDF-ന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റുള്ളവരോട് നാട്ടിലുള്ള ബന്ധുമിത്രാദികളോട് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് ചെയ്യണമെന്ന് ഇവിടെ നിന്ന് നേരിൽ വിളിച്ച് അഭ്യർത്ഥിക്കാനുമാണ് OICC മലപ്പുറം ജില്ലാ നേതാക്കൾ നിലമ്പൂർ വാസികളുടെ പ്രവാസി വീടുകൾ സന്ദർശിക്കുന്നത്. പ്രവാസികളുടെ നിലമ്പൂർ മണ്ഡലത്തിലെ ബന്ധുക്കളുടെ നമ്പറുകൾ ശേഖരിച്ച് അവരെ നേരിൽ വിളിച്ചും ദമാമിലും പരിസര പ്രദേശങ്ങളിലുമുള്ള നേരിൽ കാണാൻ സാധിക്കാത്ത നിലമ്പൂർ മണ്ഡലത്തിലെ പ്രവാസികളുമായി മൊബൈലിൽ ബന്ധപ്പെട്ടും അവസാനവട്ട പ്രചരണത്തിൽ മുഴുകിയിരിക്കുകയാണ് കിഴക്കൻ പ്രവിശ്യയിലെ OICC മലപ്പുറം ജില്ലാ നേതാക്കൾ. ജനജീവിതം ഏറെ ദുസ്സഹമാക്കിയ കഴിഞ്ഞ 9 വർഷത്തെ ഇടതു ദുർഭരണത്തിന് അറുതി വരുത്തുന്നതിന്റെ നന്ദി കുറിക്കലായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പെന്ന് OICC നേതാക്കൾ അഭിപ്രായപ്പെട്ടു. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള നോട്ടീസുകളും OICC പ്രവർത്തകർ വീടുകളിൽ വിതരണം ചെയ്തു. പ്രവാസി വീട് കയറിയുള്ള പ്രചരണത്തിന് മലപ്പുറം ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് ഷാഹിദ് കൊടിയേങ്ങൽ, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഹമീദ് മരക്കാശ്ശേരി, ജില്ലാ വൈസ് പ്രസിഡന്റ് അഷ്റഫ് കൊണ്ടോട്ടി, റീജിയണൽ വൈസ് പ്രസിഡന്റ് ഷിജില ഹമീദ്, ജനറൽ സെക്രട്ടറി അൻവർ വണ്ടൂർ, സെക്രട്ടറി സിദ്ദീഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നാട്ടിൽ നിന്ന് ലഭിക്കുന്ന അവസാനവട്ട വിവരമനുസരിച്ച് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വൻ ഭൂരിപക്ഷത്തിൽ നിയമസഭയിലെത്തുമെന്ന് OICC നേതാക്കൾ അറിയിച്ചു. റിപ്പോർട്ട് ബനുജു പൂക്കോട്ടുംപാടം, ന്യൂസ് 16 റിയാദ്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.